ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസസ് ആൻഡ് ലെൻസസ് ആണ് പഠിക്കുന്നത്. സ്ഫെറിക്കൽ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ ലെൻസ് നോക്കുമ്പോൾ രണ്ട് സ്ഫെറിക്കൽ സർഫസ് കൂടിയാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു സ്ഫെറിക്കൽ സർഫസിന്റെ റിഫ്രാക്ഷന്റെ ഇക്വേഷൻ പഠിക്കുന്നു. ദാറ്റ് ഈസ് ആൻ ഇക്വേഷൻ കണക്ടിങ് image distance and object distance from the spherical surface, then radius of curvature r and a refractive index of the material of the lens and also the medium in which it is placed. Okay, first we will study the equation for refraction at a spherical surface. This is that equation: n2 by v minus n1 by u is equal to n2 minus n1 by r. Here v is the distance from the spherical surface to the image. U is the distance from the object to the spherical surface. R is the radius of curvature of the spherical surface. N1 is the refractive index of the first medium and n2 is the refractive index of the second medium, that is the spherical surface. ഈ ഫിഗറിൽ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മുടെ സ്ഫെറിക്കൽ സർഫസ് ഇതാണ്. ആ സ്ഫെറിക്കൽ സർഫസിന്റെ ഇവിടെ നിന്ന് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഈ ഭാഗം, ഈ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു mn. ഓക്കെ, ദിസ് ഇസ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിൽ നിന്ന് ഈ സ്ഫെറിക്കൽ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് u ആണ്. I is the image. ഇമേജിൽ നിന്ന് ഈ സ്ഫെറിക്കൽ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് v ആണ്. ആൻഡ് ഹിയർ ഈസ് എ നോർമൽ. ഇവിടെ ലൈറ്റ്, ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് വന്ന് എന്ന് പറയുന്ന പോയിന്റിൽ വീഴുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു നോർമൽ വരയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നോർമല് എവിടെയായിരിക്കും? നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ, എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് ഈ സ്ഫെറിക്കൽ സർഫസിന്റെ സെന്ററിലായിരിക്കും, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവച്ചറിലായിരിക്കും ചെന്നുമുട്ടുന്നത്. അപ്പോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ദി റേഡിയസ് ഓഫ് കർവച്ചർ. ഓക്കെ, സെന്ററിൽ നിന്ന് ആ സ്ഫെറിക്കൽ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് കർവച്ചർ. സി ഈസ് ദ സെന്റർ ഓഫ് കർവച്ചർ ഓഫ് ദ ലെൻസ് and r is the radius of curvature of the spherical surface, not lens, spherical surface. Okay, so ഇവിടെ മൂന്ന് ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ അവിടെ, ഒബ്ജക്റ്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദി ഒബ്ജക്ട്. ബീറ്റ എന്ന് പറയുന്നത് നമ്മളിവിടെ സെന്റർ ഓഫ് കർവച്ചറിൽ വരച്ചിരിക്കുന്ന ആംഗിൾ. ആൻഡ് ഗാമ ഇസ് ദി ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദി ഇമേജ്. ഓക്കെ, ഹിയർ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് റേ പോയി n പോയിന്റിൽ ചെന്ന് വീഴുകയാണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ പോയി ചെന്ന് വീഴുന്ന പോയിന്റിൽ n മാർക്ക് ചെയ്തിരിക്കുന്നു. അവിടെ അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അവിടെ ആ പോയിന്റിൽ നമ്മൾ ഒരു നോർമൽ വരച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി മാർക്ക് ചെയ്തു. അവിടെ ചെന്ന് ഈ ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ സംഭവിച്ചു. കാരണം എന്താണ്? ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ഫ്രം ഫസ്റ്റ് മീഡിയം ടു സെക്കൻഡ് മീഡിയം. സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് റിഫ്രാക്റ്റിംഗ് സർഫസ്, ദാറ്റ് ഈസ് ഗ്ലാസിലേക്കാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഗ്ലാസ് ഈസ് ട്രാവലിംഗ് ഫ്രം എയർ ടു ഗ്ലാസ്, റിഫ്രാക്ഷൻ ഒക്കേഴ്സ്. അവിടെ റിഫ്രാക്ഷൻ നടന്ന് ഈ ലൈറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാണ്. അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അവിടെ അയിന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സോ ആർ ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമ്മളിവിടെ നോർമൽ വരച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാർക്ക് ചെയ്തു. നൗ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കൺസിഡർ ചെയ്യുക. OMN എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് എ റൈറ്റ് ട്രയാംഗിൾ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് MN ബൈ അഡ്ജസന്റ് സൈഡ് OM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തിന് തുല്യമാണ്? U. So tan alpha is equal to mn by u. അതുപോലെ tan beta എന്ന് പറയുമ്പോൾ നമ്മള് MNC എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. കൺസിഡറിംഗ് ദ ട്രയാംഗിൾ MNC, tan beta is equal to mn by mc.
mn by mc. mn എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, mn by mc is the distance. ഏത് ഡിസ്റ്റൻസ് ആണ് mc എന്ന് പറയുന്നത്? It is a distance r, radius of curvature. So tan beta is equal to mn by r. Okay, tan beta is equal to mn by r. And finally, tan gamma is equal to mn by v. Considering the triangle MNI. MNI എന്ന് പറയുന്ന triangle എടുക്കുമ്പോൾ tan beta യുടെ value mn by v എന്ന് കിട്ടും. So we have three equations here. ഇവിടെ in this case, if alpha, beta and gamma are very small, if the angle is very small, theta can be nearly equal to theta. Tan theta നെ theta എന്ന് എഴുതാം. എപ്പോഴാണ്? If the angle theta is very small. Similarly, ഇവിടെ alpha very small ആണെങ്കിൽ tan alpha നെ alpha എന്ന് എഴുതാം. അപ്പൊ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുമ്പോൾ tan ആൽഫയ്ക്ക് പകരം വെറും ആൽഫ ഈസ് ഈക്വൽ ടു mn by u എന്ന് എഴുതും. സിമിലർലി tan ബീറ്റ ഈസ് ഈക്വൽ ടു mn by r ന് പകരം ബീറ്റ ഈസ് ഈക്വൽ ടു mn by r ആൻഡ് tan ആൽഫ ഈസ് ഈക്വൽ ടു mn by v ക്ക് പകരം ഗാമ, tan ഗാമയ്ക്ക് പകരം ഗാമ ഈസ് ഈക്വൽ ടു mn by v എന്ന് നമുക്ക് 3 ഇക്വേഷൻ ഇവിടെ കിട്ടാം. So we have three equations. Alpha is equal to mn by u, beta equal to mn by r, and gamma equal to mn by v. Now, നമ്മള് Snell's law sin I by sin r equal to constant ആണല്ലോ. അപ്പൊ I യുടെ r ന്റെ ഒരു ഇക്വേഷൻ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഈ മറ്റ് ആംഗിളുടെ ടേംസിൽ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ട്രയാങ്കിൾ ONC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതായത് ആ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ്, ഒന്ന് ആൽഫ, രണ്ടാമത്തത് ബീറ്റ, മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ നോർമൽ വരച്ചതാണ്. നോർമൽ വരച്ചതിന്റെ ഈ ആംഗിള് ഐ ആണെങ്കിൽ ഇത് 180 മൈനസ് ഐ ആണല്ലോ. ഓക്കെ, അപ്പോ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ്, ഒന്ന് ആൽഫ, രണ്ടാമത്തത് ബീറ്റ, മൂന്നാമത്തത് 180 മൈനസ് ഐ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ കൂടെ സം എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. So alpha plus 180 minus I plus beta equal to 180 degree. So അതിൽ നിന്ന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ 180 രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ആയി പോകും. സോ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഐ ഈക്വൽ ടു 0, അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. Thus we get the equation for I. Angle of incidence ന്റെ equation കിട്ടി. I is equal to alpha plus beta. അപ്പൊ നിങ്ങൾ ഇത് ഡെറൈവ് ചെയ്യുമ്പോൾ എക്സാമിന് എല്ലാ സ്റ്റെപ്സും എഴുതണം നിർബന്ധമില്ല, കാരണം നമുക്ക് എല്ലാ സ്റ്റെപ്സും എഴുതാനുള്ള ടൈം ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് എഴുതുക. I is equal to alpha plus beta. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഈ ട്രയാങ്കിളിന്റെ പേരൊന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, in order to obtain an equation for angle of refraction, angle of refraction വരുന്ന ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതായത് NIC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലെ ഈ ആംഗിൾ ബീറ്റ ആണെങ്കിൽ വാട്ട് ഈസ് ദിസ് ആംഗിൾ ഈക്വൽ ടു? ദിസ് ഇസ് 180 മൈനസ് ബീറ്റ. സോ NIC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് ഏതൊക്കെയാണ്? R ഉണ്ട്, ഗാമയുണ്ട്, 180 മൈനസ് ബീറ്റ ഉണ്ട്. അപ്പൊ ആറും ഗാമ എഴുതുമ്പോ ശ്രദ്ധിക്കണം, രണ്ട് തരത്തിൽ എഴുതാം. ലോവർ ലെറ്റർ ആയതുകൊണ്ട് ഗാമ ആറും മാറിപ്പോകരുത് തമ്മിൽ. സോ ഈ 3 ആംഗിളിന്റെ കൂടെ സം എത്രയാണ്? 180 ഡിഗ്രി. അതായത് ആർ പ്ലസ് ഗാമ പ്ലസ് 180 മൈനസ് ബീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ആദ്യത്തെ പോലെ 180 രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ആയിപ്പോ അവസാനം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ എന്ന് കിട്ടും. സോ ഹിയർ വി ഗെറ്റ് 2 equations. I is equal to alpha plus beta and R is equal to gamma minus beta. അങ്ങനെ 2 ഇക്വേഷൻ നമുക്കിവിടെ കിട്ടും. R is equal to beta minus gamma. അങ്ങനെ നമുക്ക് ഐക്യം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐക്യ ആൽഫ പ്ലസ് ബീറ്റ എന്നും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് ബീറ്റ മൈനസ് ഗാമ എന്നും ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ സ്നെൽസ് ലോയില് ഇത് അപ്ലൈ ചെയ്യാണ്. സ്നെൽസ് ലോ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്താണ്?
refractive index of the second medium with respect to first. അതായത് sin I by sin r equal to n2 by n1. ഇവിടെ നമ്മൾ ആംഗിൾ സ്മോൾ ആണെന്നുള്ള അസംഷനില് ഇഫ് ദി ആംഗിൾ ഈസ് വെരി സ്മോൾ, ആംഗിൾ ഐയും ആറും വളരെ ചെറുതാണെങ്കിൽ സൈൻ ഐക്ക് നമ്മൾ വെറുതെ ഐ എന്ന് എഴുതാം. അതേപോലെ ഇത് ആംഗിൾ ആർ ഈസ് വെരി സ്മോൾ, വി ക്യാൻ റൈറ്റ് സൈൻ ആറിന് പകരം ആറിന് എഴുതും. ഓക്കെ, അപ്പോ ഐ ബൈ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1 എന്ന് കിട്ടും. ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണെങ്കിൽ n1 ഇങ്ങോട്ടേക്കും n2ന്റെ അങ്ങോട്ടേക്ക് r-നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ വി ഗെറ്റ് ദി ഇക്വേഷൻ n1 into i is equal to n2 into r എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പില് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഐയുടെ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് n1 into I. What is I? Alpha plus beta. This is equal to n2 into r. R എന്താണ്? Beta minus gamma. Now in this equation നമ്മള് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഗാമയ്ക്കും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ, അതായത് mn by u, mn by v and mn by r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് n1 into ആൽഫയ്ക്ക് പകരം എന്താണ് കൊടുക്കുന്നത്? mn by u പ്ലസ് ബീറ്റ. ബീറ്റ എന്താണ്? mn by r. mn by r is equal to n2 into again ബീറ്റ എന്ന് പറയുന്നത് mn by r എന്ന് കൊടുത്തു, മൈനസ് ഗാമയ്ക്ക് mn by v എന്ന് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ നോക്കാം. മൊത്തത്തില് mn കോമൺ ആണ്, നമുക്ക് കട്ട് ചെയ്ത് അല്ലെ. സോ വി ഗെറ്റ് n1 into 1 by u plus 1 by r is equal to n2 into 1 by r minus 1 by v. എല്ലാ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും mn മൊത്തത്തില് കട്ട് ചെയ്യും. ഇനി നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. Now we get n1 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു അകത്തേക്ക്, n1 by u plus n1 by r is equal to ഈ റൈറ്റ് സൈഡില് n2 into 1 by r, അതായത് n2 by r minus n2 by v എന്ന് കിട്ടും. ഇനി നമ്മള് r ഉള്ള ടേംസ് ഒക്കെ റൈറ്റ് സൈഡിലേക്ക് ഒരുമിച്ച് എഴുതാൻ പോവാണ്. മറ്റു ടേംസ് ഒക്കെ ഇപ്പുറത്തേക്കും എഴുതാം. r ഉള്ള രണ്ട് ടേംസ് ഉണ്ടല്ലോ, അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് n1 by r-നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അവിടെ ആ മൈനസ് n2 by v-നെ ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. ഓക്കെ, സോ ആദ്യം ഈ n2 by v-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, മൈനസ് ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അത് പ്ലസ് ആകും. സോ n2 by v ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇനി ഇവിടെ ഓൾറെഡി ഉള്ള n1 by u എഴുതുന്നു. This is equal to n2 by r അവിടെ ഓൾറെഡി ഉണ്ട്, ഈ n1 by r-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, അപ്പൊ അത് മൈനസ് ആവും, n1 by r എന്ന് വരും. സോ ഇവിടെ നമുക്ക് ഒരുമിച്ച് എഴുതാം, n2 minus n1 by r എന്ന് ഒരുമിച്ച് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ n2 by v plus n1 by u. ഈ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, നമുക്ക് ഇവിടെ സൈൻ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഉള്ള സൈൻ കൂടി കൊടുക്കണം. അപ്ലൈയിങ് സൈൻസ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് സൈൻ എങ്ങനെയാ കൊടുക്കുന്നത്. ലൈറ്റ് റേ പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ അളക്കുന്ന എല്ലാ മെഷർമെന്റ്സിനും പോസിറ്റീവ് സൈൻ കൊടുക്കണം. ദ മെഷർമെന്റ്സ് ടേക്കൺ in the direction opposite to the direction of light ray should be given negative sign. Light ray യുടെ opposite directionൽ നമ്മൾ എടുക്കുന്ന എല്ലാ മെഷർമെന്റ്സിനും നെഗറ്റീവ് സൈൻ കൊടുക്കണം. എല്ലാ മെഷർമെന്റ്സും എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? In the case of spherical surface, it should start from that spherical surface
ഇൻ ദ കേസ് ഓഫ് എ ലെൻസ് ഓർ മിറർ, ആ ലെൻസിൽ നിന്നോ മിററിൽ നിന്നോ ആണ് നമ്മൾ എല്ലാ മെഷർമെന്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ മെഷർമെന്റും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വിച്ച് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ? ഇറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലൈറ്റ് റേ ഒബ്ജക്റ്റ് ഇതാണ്, ഒബ്ജക്റ്റിൽ നിന്ന് അങ്ങോട്ടേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കുന്ന മെഷർമെന്റ്സ് ഏതൊക്കെയാണ്? അതായത് ഇൻസിഡന്റ് ലൈറ്റ് റേയുടെ അതേ ഡയറക്ഷനിൽ എടുക്കുന്ന മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ആർ, ഇവിടെ നിന്ന് വി. സോ ആറിനും വിക്കും പോസിറ്റീവ് സൈൻ തന്നെ. പക്ഷെ യു ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ലൈറ്റ് റേയുടെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ യുവിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പൊ നെഗറ്റീവ് സൈൻ കൂടി കൊടുത്താൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയി. നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പോൾ എങ്ങനെ വരും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ? N2/V ആണ് നമ്മുടെ ഫസ്റ്റ് ടേം, അതങ്ങനെ തന്നെ ഇരിക്കും. യുവിന് മൈനസ് ടേം കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -N1/U എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിനും പോസിറ്റീവ് സൈൻ തന്നെയാണ്. സോ N2 - N1/R എന്ന് വരും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഈസ് എ റിലേഷൻ അല്ലെങ്കിൽ ഡിറൈവ് ആൻ ഇക്വേഷൻ കണക്ടിങ് U, V ആൻഡ് R ഫോർ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് എന്നാണ് നമുക്ക് ഇക്വേഷൻ വരിക. ദിസ് ഈസ് ആൻ എസ്സേ ക്വസ്റ്റ്യൻ. Our next topic is lens makers formula. നമ്മള് റിഫ്രാക്ഷൻ അറ്റ് ലെൻസ്, രണ്ട് സ്ഫെറിക്കൽ സർഫസ് കൂടിയാണ് ഒരു ലെൻസ് ഉണ്ടാവുന്നത്. അപ്പോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഈ രീതിയിൽ ചേർക്കുമ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഒരു സ്ഫെറിക്കൽ സർഫസിന്റെ റിഫ്രാക്ഷന്റെ ഇക്വേഷൻ തറവായിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് ഒരു ലെൻസിന്റെ സംബന്ധിക്കുന്ന എല്ലാ ഡിസ്റ്റൻസും എന്ന് പറയുന്ന ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ആ ഗ്ലാസ് മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പിന്നെ രണ്ട് സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവച്ചർ, ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനെയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അതായത് ലെൻസ് മേക്കർ ആ ലെൻസ് മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് എത്ര ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആയിരിക്കണം, എത്ര റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഗ്ലാസ് മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്, പിന്നെ എത്ര സൈസ് ആയിരിക്കണം ആ ലെൻസിന്, അതൊക്കെ അറിഞ്ഞിട്ടാണ് ലെൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഈസ് ആൻ ഇക്വേഷൻ കണക്ടിങ് ഫോക്കൽ ലെങ്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് റേഡിയസ് ഓഫ് കർവച്ചർ ഓഫ് ദി ടു സ്ഫെറിക്കൽ സർഫസസ്. അപ്പൊ അതിന് നമ്മള് ഒരു സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇവിടെ ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഫെറിക്കൽ സർഫസ് ചേർന്നാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതുന്നു, രണ്ട് സൈഡിനും വേറെ വേറെ റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ എഴുതുന്നു. ദെൻ ആഡ് ചെയ്യുമ്പോൾ രണ്ട് സർഫസിനും കൂടെ ഉള്ള അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന ലെൻസിന്റെ ഇക്വേഷൻ കിട്ടുന്നു. Okay, so what is the equation for spherical surface? Refraction at spherical surface is N2/V minus N1/U is equal to N2 minus N1/R. ഈ N1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് N2 is the refractive index of the second medium. അപ്പൊ നമ്മൾ ഇത് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമ്മൾ നോട്ട് ചെയ്യുക ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ഫ്രം വിച്ച് മീഡിയം ടു വിച്ച് മീഡിയം, അത് എപ്പോഴും നോക്കിയിട്ട് വേണം. ഫസ്റ്റ് മീഡിയം ഏതാണ്, സെക്കൻഡ് മീഡിയം ഏതാണ്, അതിനനുസരിച്ച് വേണം ഈ ഇക്വേഷനിൽ എഴുതാൻ. ഇഫ് ദി മീഡിയം ചേഞ്ചസ്, ഇപ്പോ ഒന്നാമത്തെ കേസ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇപ്പൊ ഫോർ കൺസിഡറിംഗ് റിഫ്രാക്ഷൻ അറ്റ് ദി ഫസ്റ്റ് സർഫസ്, ഇവിടെ രണ്ട് സർഫസ് ചേർന്നാണ് ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർഫസ് ACB എന്ന് പറയുന്ന സൈഡും രണ്ടാമത്തെ സൈഡ് ADB എന്ന് പറയുന്ന സൈഡ്. അപ്പൊ രണ്ട് കേസിലും നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ. N2/V minus N1/U is equal to N2 minus N1/R. ഇവിടെ രണ്ട് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവച്ചർ R1 ഉം R2 ആന്നിരിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ സർഫസിന്റെ സ്ഫെറിക്കൽ സർഫസിന്റെ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഫോർ റിഫ്രാക്ഷൻ അറ്റ് ദ ഫസ്റ്റ് സർഫസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്റർഫേസ് ACB, വാട്ട്സ് അവർ ഇക്വേഷൻ, വിച്ച് ഇസ് ദ ഒബ്ജക്ട്. O എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് റേ പോയി ഈ ഫസ്റ്റ് സർഫസില് റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം I' എന്ന പോയിന്റിൽ ഒരു ഇമേജ് ഫോം ചെയ്യണം. അപ്പൊ നമ്മള് I എന്ന് പറയുന്ന ഫൈനൽ ഇമേജിന്റെ കാര്യം കൺസിഡർ ചെയ്യേണ്ട. വി ആർ കൺസിഡറിംഗ് റിഫ്രാക്ഷൻ അറ്റ് ഓൺലി ദ ഫസ്റ്റ് ഇന്റർഫേസ്.
ആദ്യത്തെ ഇന്റർഫേസിൽ മാത്രം, അതായത് ഒരു പ്രാവശ്യം മാത്രം റിഫ്രാക്ഷൻ നടന്നാൽ ഈ ഐ ഡാഷ് എന്ന് പറയുന്നിടത്ത് ഇമേജ് ഫോം ചെയ്തേനെ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. സോ ഫോർ കൺസിഡറിംഗ് റിഫ്രാക്ഷൻ അറ്റ് ദി ഫസ്റ്റ് ഇന്റർഫേസ്, O is the object which is the original object, and we are considering a virtual image here which is I dash. Okay, അപ്പൊ ഒബ്ജക്ട് O ആയ സ്ഥിതിക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് u. ഇവിടെ നമ്മൾ ഇല്ലാത്ത ഒരു ഇമേജിനെ നമ്മൾ എടുക്കുകയാണ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇമേജ് ഈസ് I dash and distance towards that image, അല്ലെങ്കിൽ അവിടെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, v dash എന്ന് എടുത്തു. ഇനി നമ്മൾ ഈ ഇക്വേഷൻ അത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് അപ്പോ v ഡാഷ് ആണ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് u തന്നെ. പിന്നെ ഒന്നാമത്തെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഇന്റർഫേസിലെ റിഫ്രാക്ഷൻ എഴുതുമ്പോൾ റേഡിയസ് ഓഫ് കർവച്ചർ r1 എന്ന് കൊടുക്കുക. സോ അവർ ഇക്വേഷൻ ബിക്കംസ്, ഫസ്റ്റ് ഇക്വേഷൻ ബിക്കംസ് n2 by v dash minus n1 by u is equal to n2 minus n1 by r. Here the light ray is traveling from first medium to second medium. N1 refractive index ഉള്ള മീഡിയത്തിൽ നിന്ന് N2 refractive index ഉള്ള മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് N2 and N1 ആ ഇക്വേഷനിലെ പോലെ തന്നെ. Then for the second interface, അതായത് ഇവിടെ നിന്ന് ഈ ലെൻസ് വരെ എത്തിയ ലൈറ്റ് റേ രണ്ടാമത്തെ സർഫസിൽ ഒരു പ്രാവശ്യം കൂടി റിഫ്രാക്ഷൻ നടക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ റിഫ്രാക്ഷൻ നടക്കാൻ നേരത്ത് ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ഫ്രം മീഡിയം, സെക്കൻഡ് മീഡിയം ടു ദ ഫസ്റ്റ് മീഡിയം. ഓക്കെ, ഗ്ലാസിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. N2 നിന്ന് N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാൻ നേരത്ത് N1 ഉം N2 ഉം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം. ഓൾസോ വിച്ച് ഇസ് ദ ഒബ്ജക്ട് ഹിയർ, രണ്ടാമത്തെ റിഫ്രാക്ഷൻ നടക്കാൻ നേരത്ത് ഏതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ സർഫസിലെ റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു വെർച്വൽ ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇവിടെ ഐ ഡാഷ് എന്ന് വരച്ചു. ആ ഡിസ്റ്റൻസ് ആണ് ഒന്നാമത്തെ റിഫ്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജ് ആയിട്ട് എടുത്തത്. വീണ്ടും ആ സെയിം ഇമേജ് ഐ ഡാഷ്, അതായത് ഒരു ഇല്ലാത്ത ഇമേജ് ആണ് അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഇമേജിനെ രണ്ടാമത്തെ സർഫസിലെ റിഫ്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഐ ഡാഷ് ഈസ് ടേക്കൺ ആസ് എ വെർച്വൽ ഒബ്ജക്ട് ഫോർ റിഫ്രാക്ഷൻ അറ്റ് ദി സെക്കൻഡ് സർഫസ് and the final image is formed at I. So for the second refraction or the refraction at the second phase in the second interface ADB, I dash is taken as a virtual object and final image is formed at I. So which is the object distance? Object distance നമ്മൾ I dash-നെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ I dash-ന്റെ ഡിസ്റ്റൻസ് V dash-നെയാണ് നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. യുവിന്റെ സ്ഥാനത്ത് V dash എഴുതണം. ഓൾസോ it is the final image after refraction. Final image is formed at I. അപ്പോ ഫൈനൽ ഇമേജിന്റെ ഡിസ്റ്റൻസ് പറയുന്നത് V തന്നെ. അപ്പൊ V യുടെ സ്ഥാനത്ത് V തന്നെ. And for the second surface, the radius of curvature is R2. രണ്ടാമത്തെ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവച്ചർ R2 ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആ വരുത്തേണ്ടേ? ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ഫ്രം സെക്കൻഡ് മീഡിയം ടു ഫസ്റ്റ് മീഡിയം. സോ N1 and N2 ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം. ആൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഐ ഡാഷിനെ എടുത്തിരിക്കുന്നത്. സോ V ഡാഷ് ആണ് യുവിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. ഓൾസോ R എന്ന് പറയുന്നത് R2 ആയിട്ട് എഴുതണം. സോ അവർ സെക്കൻഡ് ഇക്വേഷൻ ഈസ് N1 by V minus N2 by V dash is equal to N1 minus N2 by R2 എന്ന് വരും. ഇനി ഈ ഇക്വേഷനെ ഒന്ന് നേരെ തിരിച്ചെഴുതാട്ടോ, കാരണം ഇവിടെ N2 minus N1 by R1 ആണ്. ഇവിടെ N2 minus N1 വരുത്താൻ വേണ്ടിയിട്ട് this is equal to minus of N2 minus N1 by R2 എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡ് സെയിം തന്നെ ഇതിന് തിരിച്ചെഴുതി. അപ്പോൾ ദിസ് ഇസ് മൈനസ് ഓഫ് N2 മൈനസ് N1 ബൈ R2. ലെഫ്റ്റ് സൈഡ് N1 ബൈ V മൈനസ് N2 ബൈ V ഡാഷ്. സോ ദിസ് ഇസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. നമ്മള് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ N2 ബൈ V ഡാഷ് മൈനസ് N1 ബൈ U
പ്ലസ് ലെഫ്റ്റ് സൈഡുകൾ മാത്രം ആഡ് ചെയ്യാം. n1 by v minus n2 by v dash is equal to n2 minus n1 കോമൺ ആണ്. n2 minus n1 കോമൺ ആണ്. ബാക്കിയുള്ളത് ഇവിടെ 1 by r1 minus 1 by r2 എന്ന് വരും. ഓക്കെ, ഇവിടെ നോക്കാം. ഇനി n2 by v dash ക്യാൻസൽ ആയി പോകും. n2 by v dash minus n2 by v dash ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. പോസിറ്റീവ് ടേം ആദ്യം എഴുതാം. n1 by v minus n1 by u is equal to n2 minus n1 into 1 by r1 minus 1 by r2 എന്ന് വരും. ഇനി ഇക്വേഷനെ മൊത്തം n1 വെച്ച് ഡിവൈഡ് ചെയ്യും. Dividing throughout this equation using n1, we get 1 by v minus 1 by u is equal to ഇവിടെ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യാം. n2 by n1 minus 1 into 1 by r1 minus 1 by r2. Okay. Now, in this equation, we are applying a condition. നമ്മള് കോൺവെക്സ് ലെൻസിന്റെ കേസില് ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഫോക്കസ്. അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ, ഒരുപാട് ദൂരത്താണെങ്കിൽ എവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്? ഫോക്കസിൽ. ദെൻ വി എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. എപ്പോഴാ? If the object is at infinity, image will be formed at focus. So V will be equal to focal length of the lens. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ കൊടുക്കുക. Also, if the first medium is air, first medium air ആണെങ്കിൽ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1 ആണ്. If the first medium is air, refractive index of air is equal to 1. n1 എന്ന് പറയുന്നത് n for air is equal to 1 ആണ്. ആൻഡ് അപ്പൊ പിന്നെ ഗ്ലാസ് മീഡിയം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ n2 ന് നമ്മള് n തന്നെ എഴുതാം. Applying these conditions, our equation become 1 by f is equal to 1 by f minus 1 by infinity എന്ന് വരും. v ക്ക് f ഉം കൊടുത്തു, u ന് ഇൻഫിനിറ്റി കൊടുത്തു. That is equal to n2 by n1 ന് n കൊടുക്കും. n minus 1 into 1 by r1 minus 1 by r2 എന്ന് വരും. So this is our lens maker's formula. ഇതാണ് lens maker's formula. Also, what is 1 by infinity equal to? 1 by infinity എന്ന് പറയുന്നത് 0 ആണ്. ആ കണ്ടീഷൻ കൂടെ കൊടുക്കണം. Now our equation become 1 by f. 1 by f is equal to n minus 1 into 1 by r1 minus 1 by r2. ഈ ഇക്വേഷനെയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരുന്നതാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണെന്നുള്ളത്. ഓൾസോ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമുക്ക് ലോ ഓഫ് ഡിസ്റ്റൻസ് ഉപയോഗിച്ചാണ്, നമ്മൾ വി യു ഉപയോഗിച്ചാണ് എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഇക്വേഷനിൽ, ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഇഫ് വി give equation number 1 for this equation, അതായത് 1 by v minus 1 by u is equal to n2 by n1 minus 1 into 1 by r1 minus 1 by r2, and this equation എന്ന് പറയുന്ന 1 by f, അതായത് v ക്കും u ക്കും ഒക്കെ നമ്മൾ f ഉം ഇൻഫിനിറ്റിയും കൊടുത്തു കഴിയുമ്പോൾ this is equal to 1 by f. 1 by f is equal to n minus 1 into 1 by r1 minus 1 by r2, അതായത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാണ്. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് സെയിം ആണ്. സോ ലെഫ്റ്റ് സൈഡും സെയിം ആയിരിക്കുമല്ലോ. 1 by v minus 1 by u is equal to 1 by f എന്ന് വരും. ഈ ഇക്വേഷനെയാണ് ലോ ഓഫ് ഡിസ്റ്റൻസസ് ഫോർ എ ലെൻസ് എന്ന് പറയും. ലോ ഓഫ് distances for a lens.
ഇത് നമുക്ക് ഏതൊക്കെ ഡിസ്റ്റൻസ് ആ ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് എഫ്. ആ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദി ലെൻസ് ആണ് വി. അപ്പൊ യുവും വിയും നമുക്ക് മെഷർ ചെയ്താൽ എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ലാബില് നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കോൺവെക്സ് ലെൻസ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു സം ഡിസ്റ്റൻസിൽ സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് യു നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇമേജ് എവിടെയാ കിട്ടുന്നത് നോക്കും. നമുക്ക് വി മെഷർ ചെയ്താൽ നമുക്ക് എഫ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ക്യാൻ ബി calculated using this equation.